നമസ്കാരം. ഒരു മുൻകൂർ ജാമ്യത്തോടു കൂടി തുടങ്ങട്ടെ. രാഹുൽ മാങ്കൂട്ടത്തെ വെള്ളപൂശി തലയൂരിയെടുക്കേണ്ട ഒരു ബാധ്യതയും എനിക്കില്ല. എനിക്ക് രാഹുൽ മാങ്കൂട്ടവുമായി ആത്മബന്ധമേ ഇല്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും മിടുക്കാനായ ഒരു ചെറുപ്പക്കാരനാണ്, വലിയ രാഷ്ട്രീയ ഭാവിയുള്ള ആളാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. ആ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ തുടർച്ചയായി വിവാദത്തിലേക്ക് വരുമ്പോൾ അതിന് മറുഭാഗം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകൾ വാരി വലിച്ചലക്കുകയാണ്. ചാനലുകളുടെ വാർത്തയുടെ വിശ്വാസ്യത, സത്യസന്ധത എത്രമാത്രം ഉണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അവർക്കൊരാളുടെ വിരോധമുണ്ടെങ്കിൽ എന്തും എഴുതും. ഇപ്പം കഴിഞ്ഞ എത്രയോ കാലമായി മറുനാടൻ്റെ പ്രേക്ഷകർക്ക് എന്നെ അറിയാം. ഞാൻ നേരിട്ടാണ് പ്രേക്ഷകരുമായി സംവദിക്കുന്നത്. എനിക്കെതിരെ എത്രയോ കള്ളക്കേസുകൾ പോലീസ് എടുത്തു, ജാമ്യമില്ലാത്ത കള്ളക്കേസുകൾ. ഈ കള്ളക്കേസുകളെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലും 24ഉം മീഡിയ വണ്ണും അടക്കമുള്ള ചാനലുകൾ എത്ര വാർത്തകൾ കൊടുത്തു. ഇപ്പോൾ അറസ്റ്റിലാവും, ജയിലിലാവുന്നു, വ്യാജരേഖയുണ്ടാക്കി, അങ്ങനെ ചെയ്തു, സ്ത്രീ അപമാനിച്ചു, വ്യാജ കമ്പനി ഉണ്ടാക്കി, ഇത്തരത്തിൽ എത്ര വാർത്തകൾ. എന്നോട് പക വീട്ടാൻ വേണ്ടി എൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ വരെ വാർത്ത എഴുതി. അതുകൊണ്ട് ചാനലുകൾ പറയുന്ന വാർത്തകളോടും പോലീസ് എടുക്കുന്ന കേസുകളോടും എനിക്ക് സംശയമുണ്ട്. ഞാനതിന് മറുഭാഗം കൂടി കേട്ടിട്ടേ കൈകാര്യം ചെയ്യൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആദ്യം മുതൽ ഇതുവരെ ഉയർന്നു വന്ന കേസുകളൊക്കെ പരിഗണിക്കുമ്പോൾ ദുരൂഹതയുണ്ട്. രാഹുലിൻ്റെ അസാധാരണമായ പ്രതിഭ, മുഖ്യമന്ത്രിയെ നേരിട്ട് എടോ വിജയ എന്ന് വിളിക്കാനുള്ള ധൈര്യം, ചാനൽ ചർച്ചകളിൽ CPM-ന്റെ ന്യായീകരണ തൊഴിലാളികളെ അടിച്ചൊതുക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ CPM-നെ പരിഹസിക്കുന്നത്, അങ്ങനെ മറ്റാർക്കുമില്ലാത്തൊരു കരുത്തും കെൽപ്പും രാഹുൽ മാങ്കൂട്ടത്തിന് ഉള്ളതുകൊണ്ട് തന്നെ അവനെ വളരാൻ അനുവദിക്കരുത് എന്നൊരു വിചാരം എതിർ രാഷ്ട്രീയ പാർട്ടികൾ CPM-ലും BJP-ലും ഉണ്ട് എന്നതിനൊപ്പം കോൺഗ്രസ് പാർട്ടിയുടെ സവിശേഷതയാണല്ലോ ആരെയും അവരെക്കാൾ മുതിർന്ന് മുകളിലേക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക എന്നത്. ഒരുത്തൻ തീർന്നാൽ അത്രയുമായി എന്ന് വിശ്വസിക്കുന്നവരാണ് പാർട്ടി. ഉമ്മൻചാണ്ടിയെ കള്ളക്കേസിൽ കുടുക്കിയതിന് പിന്നിൽ പോലും കോൺഗ്രസ്സുകാരുടെ കൈയുണ്ട് എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ആളാണ്. അതുകൊണ്ട് രാഹുലിൻ്റെ ഭാഗം കേൾക്കണം എന്ന ആഗ്രഹമുണ്ട്. ഈ കേസ് മാത്രം എടുക്കുക. ഈ കേസിൽ സംഭവിച്ചത് എന്താണ്? വിവാഹബന്ധത്തിൽ അസ്വാരസ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി കണ്ടു എന്ന് പറയുന്നത് ഒരടിത്തറയുമില്ലാത്ത കഥയാണ്. അസ്വാരസ്യത്തിൻ്റെ ഒരു തെളിവുമില്ല. മാത്രമല്ല, യുവതി കോട്ടയം ജില്ലക്കാരിയാണ്. പറയുന്ന പോലെ തിരുവല്ലക്കാരി പോലുമല്ലാത്ത, പരിചയപ്പെടുമ്പോൾ ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ ജനപ്രതിനിധി പോലുമല്ലാത്ത ഇയാളെ എന്തിനാണ് തിരുവല്ലയിൽ പോയി കണ്ടത്, തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിൽ പോയി കണ്ടത്? ആദ്യത്തെ ചോദ്യമാണ്. യുവതി ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറയുന്നത് തിരുവല്ലയിലെ ഹോട്ടലിലാണ്. എന്തിനാണ് തിരുവല്ലയിലെ ഹോട്ടലിൽ പോയി ഇവർ കണ്ടത്? ഇത് ആദ്യത്തെ ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഈ പരാതിയിലുണ്ട്. എന്തിന് ഹോട്ടലിൽ പോയി കണ്ടു, ഹോട്ടൽ മുറിയെടുത്തു? ആദ്യത്തെ ചോദ്യം. കുടുംബ പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ എന്തിന് തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിൽ താമസിച്ചു? രാഹുലിൻ്റെ ഓഫീസിലോ വീട്ടിലോ യുവതിയുടെ വീട്ടിലോ ഒക്കെ പോയി കാണാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലിരുന്ന് ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കാമായിരുന്നു. എന്തിനാണ് യുവതി തിരുവല്ലയിലെ ഹോട്ടലിൽ പോയി താമസിച്ചു? ഹോട്ടൽ മുറിയിൽ ചെന്ന ഉടൻ തന്നെ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത്. ആ ബലാത്സംഗത്തെ അതിജീവിക്കാനുള്ള ശേഷിയില്ലായിരുന്നു എന്ന് കരുതുക, രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് കരുതുക. തിരിച്ചു പോകുന്നതിന് ശേഷം വീട്ടുകാരോട് പറയണ്ടേ? വിവാഹിതയാണെന്ന് ഓർക്കണം. ആ ട്രോമ അവരെ തളർത്തിയെന്ന് കരുതുക. ആരോടും പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞിട്ടില്ല. ഭർത്താവും ഇവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ദിവസം വീണ്ടും ടൂറിന് പോയത്? ഇവർ വിദേശത്താണ്, അവധിക്ക് വന്നതാണ്. ആ സമയത്താണ് കണ്ടത്. ഭർത്താവ് നാട്ടിലുണ്ടായിരുന്നു, ഭർത്താവിനൊപ്പം പോയി. അതിനുശേഷം ഏതാനും ആഴ്ച കഴിഞ്ഞാണ് യുവതി രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചിട്ട് പറയുന്നത് താൻ ഗർഭിണിയാണ് എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാവാം, നമുക്കറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗർഭനിരോധന ഉറകൾ ഉപയോഗിച്ചിരുന്നില്ലേ? ആദ്യത്തെ പ്രസക്തമായ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ ഒരു ദിവസത്തിന് ശേഷം ഇവർ ഒരുമിച്ച് തന്നെയാണ് താമസിച്ചത്, ഒരുമിച്ച് തന്നെയാണ് യാത്ര ചെയ്ത്, ഇപ്പോഴും ഇവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇവർ ഗർഭിണിയാക്കിയതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇവർ തമ്മിൽ ഒരു ശാരീരിക ബന്ധമുണ്ടായി ഹോട്ടൽ മുറിയിൽ വെച്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ വിരുദ്ധനാണെന്ന് ബോധ്യപ്പെടേണ്ടി. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ രാഹുലിനോട് സംസാരിക്കുമ്പോഴൊക്കെ രാഹുൽ എന്നോട് ഒരൊറ്റ വാക്ക് അടിവരയിട്ട് പറയുമായിരുന്നു. ആ അടിവരയിട്ട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ചേട്ടാ, രാജ്യത്തുള്ള ഒരു നിയമവും ഞാൻ ലംഘിച്ചിട്ടില്ല, രാജ്യത്തുള്ള ഒരു നിയമം അനുസരിച്ചും എന്നെ കുറ്റക്കാരനാക്കാൻ കഴിയില്ല എന്ന് രാഹുൽ പറയുമായിരുന്നു. അന്നേ ഞാൻ മനസ്സിലാക്കിയതും ഇപ്പോൾ അടിവരയിട്ട് മനസ്സിലാക്കിയത് രാഹുലിന് പല ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങളിൽ ഒന്നാവാം ഈ ബന്ധവും. പക്ഷേ അത് ബലാത്സംഗമാണോ എന്നത് പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ ഗർഭചിത്രം എന്നൊരു വിഷയം പോലുമില്ല, മാധ്യമങ്ങൾ കൊടുക്കുന്നതാണ്. ഗർഭം അലസിപ്പോയി എന്നാണ് പറഞ്ഞത്. മാനസിക സമ്മർദ്ദം മൂലം ഗർഭം അലസിപ്പോയി. പാശ്ചാത്യ രാജ്യങ്ങൾ മിക്കയിടത്തും, അയർലൻഡ് പോലുള്ള കത്തോലിക്ക രാജ്യങ്ങൾ ഒഴികെ മിക്കയിടത്തും
ഗർഭം അലസിപ്പിക്കാൻ വലിയ തടസ്സമൊന്നുമില്ല, ആർക്കും ഗർഭം അലസിപ്പിക്കാം. ന്യായ വഴികളിലൂടെ, ആദ്യത്തെ പരാതിയിൽ പറഞ്ഞതുപോലെ പ്രകൃതി വിരുദ്ധ വഴികളിലൂടെ ഗർഭം അലസിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ഗർഭമുണ്ടായിരുന്നോ, ഈ ഗർഭം ഭർത്താവിൻ്റെ ആണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണോ, ഇതൊക്കെ ഒരു ചോദ്യചിഹ്നങ്ങളാണ്, ഒരു കടങ്കഥയാണ്. ഇപ്പം പെൺകുട്ടി പറയുന്നു ഭ്രൂണം എടുത്ത് വെച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നല്ലത്, അത് പരിശോധിച്ച് നോക്കട്ടെ. അത് പരിശോധിച്ചിട്ട് അത് DNA പരിശോധന, എന്തായാലും പ്രതിയാവുമ്പോൾ DNA പരിശോധന നടത്തേണ്ടി വരും, പരിശോധിച്ച് നോക്കട്ടെ. പക്ഷേ ഇപ്പോൾ യുവതി പറയുന്നതാണ് മഹാസംഭവം എന്ന നിലയിൽ വാർത്തയായി പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ബന്ധത്തിന് ശേഷം യുവതി രാഹുൽ മാങ്കൂട്ടത്തിനോട് ഗർഭകഥ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിനൊക്കെ ശേഷം ഇവർ സ്ഥിരമായി ശല്യം ചെയ്യുന്നു. രാഹുൽ സുന്ദരനാണ്, മിടുക്കനാണ്, അധികാരമുണ്ട്, ശക്തനാണ്. അതുകൊണ്ട് രാഹുലിനെ നിരന്തരമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാഹുൽ അവരെ ബ്ലോക്ക് ചെയ്യുന്നു. പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾ സംഭവിക്കുന്ന എല്ലാ തിരിച്ചടികളുടെയും പ്രധാനപ്പെട്ട കാരണം ബ്ലോക്കിംഗ് ആണ്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രണയക്കെണിയിൽ വീഴ്ത്തിയ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഞാൻ പല വാർത്തകളും ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് CAയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവളെ ബ്ലോക്ക് ചെയ്തു പോയി, അതാണ് എനിക്കെതിരെ പരാതിപ്പെടാൻ കാരണമെന്ന്. അതായത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ ബ്ലോക്ക് ചെയ്താൽ അത് അപമാനമായി, ഇൻസൾട്ടായി തോന്നുന്നു. അതിനുശേഷം ഇമെയിൽ അയച്ചിട്ടാണ് വാസ്തവത്തിൽ ഈ ഗർഭകഥയൊക്കെ പറയുന്നത്. ഇമെയിൽ അയച്ച് പറയുന്നു, ബ്ലോക്ക് ചെയ്താൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നു. അത്തരമൊരു സാഹചര്യം രൂപപ്പെടുകയാണ്. വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ ആരെ വഞ്ചിച്ചു? താൻ തൻ്റെ ഭർത്താവിനെയാണോ വഞ്ചിച്ചത്, അതോ അവിവാഹിതനായ ഞാൻ തന്നെയാണോ വഞ്ചിച്ചത്? അവിവാഹിതനായ ഞാൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നൊക്കെ രാഹുൽ ചോദിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയമുണ്ടായി. അതിനിടയിലാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ഒരു യുവതി ഗർഭചിത്രവും ലൈംഗികാരോപണവുമായി രംഗത്ത് വരുന്നത്. ഈ സമയത്തും ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ടിരുന്നു. ഫോണിൽ കൂടെയും വാട്സാപ്പിലൂടെയും ഫോണിനോട് ബന്ധപ്പെട്ടിരുന്നു. അതിന് തെളിവുകളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇടയ്ക്ക് MLA ആയതിനു ശേഷം പാലക്കാട് ഇവർ വരികയും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതായത് ഇവർ രാഹുലിനെ ചുറ്റിപ്പറ്റി ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. അതിനുവേണ്ടി അവർ നീക്കങ്ങൾ നടത്തി എന്നത് വാസ്തവമാണ്. അവർ പക്ഷെ ഒരിക്കലും പരാതിപ്പെട്ടില്ല. അങ്ങനെ 2 കേസിലും അറസ്റ്റ് തടഞ്ഞ് രാഹുൽ വീണ്ടും സജീവമായപ്പോൾ യുവതി പെട്ടെന്ന് രംഗത്ത് വന്നിരിക്കുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്നത്. ഇത് നിയമപരമായി നിലനിൽക്കുകയേയില്ല, ഒരു തരത്തിലും നിലനിൽക്കില്ല. കാരണം ഗർഭിണിയാണ് എന്ന് തെളിയിക്കണം, രാഹുൽ ഗർഭചിത്രത്തിന് ശ്രമിച്ചെന്ന് തെളിയിക്കണം, രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന് തെളിയിക്കണം. അതിനുള്ള ഒരു തെളിവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവാഹ വാഗ്ദാനം നിലനിൽക്കില്ല, കാരണം അവർ വിവാഹിതയാണ്. ഏറ്റവും വിചിത്രമായ സംഗതി, ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം, ഈ വിവാദമുണ്ടായതിനു ശേഷം 10,000 രൂപ ഈ യുവതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തു എന്നതാണ്. 10,000 രൂപ. എന്തിനാണ്? ഇത്രയധികം ബലാത്സംഗം ചെയ്ത, ശരീരത്തിൽ മുറിവേൽപ്പിച്ച ഈ ഭീകരനായ ഒരു ബലാത്സംഗ വീരനെ, വഞ്ചകനായ ബലാത്സംഗ വീരനെ പണം അയച്ചു കൊടുത്തത്. സാമ്പത്തിക ചൂഷണം ചെയ്തു. പാലക്കാട് ഫ്ലാറ്റ് വാങ്ങിത്തരാൻ പറഞ്ഞു. എന്തിനാണ് ഈ ഭീകരനെ പാലക്കാട് ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചത്? പാലക്കാട് ആരെയോ ഏൽപ്പിച്ചു. ഇതെല്ലാം അടിമുടി കേസിൽ ദുരൂഹതയാണ്. പരാതി അടിമുടി ദുരൂഹമാണ്, ഒരു സംശയവും വേണ്ട. ഒരൊറ്റ സത്യം ഇതിൻ്റെ അകത്തുണ്ട്. രാഹുലിന് യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു, ഒരു തവണയെങ്കിലും അയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന ആരോപണം ശരിയാവാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് ഒന്നും നിയമത്തിൻ്റെ മുമ്പിൽ ഈ കേസിൽ തെളിയിക്കാൻ കഴിയില്ല. ഈ കേസിൽ രാഹുലിനെ റിമാൻഡ് ചെയ്യും എന്നത് വാസ്തവമാണ്. കാരണം അതാണ് നമ്മുടെ നിയമ സംവിധാനം. ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നാൽ അയാൾ അപ്പോൾ തന്നെ വിട്ടുകൊടുക്കുന്ന രീതിയില്ല. അവർക്ക് ജയിലിൽ പോകാതിരിക്കാനുള്ള വഴി മുൻകൂർ ജാമ്യമാണ്. അതുകൊണ്ട് ഒളിവിൽ പോകണം. ഇത്രയും അതീവ രഹസ്യമായി ഈ കേസിൽ അറസ്റ്റ് ചെയ്തത് തന്നെ പോലീസിന് കൃത്യമായിട്ട് അറിയാം. ഈ കേസ് നിലനിൽക്കില്ല. ഈ കേസ് പുറത്തു വന്നാൽ അപ്പോൾ തന്നെ രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടും. അതുകൊണ്ട് അത് വീണ്ടും രാഹുലിന് ഗുണമാകും. അതുകൊണ്ടാണ് ആലോചിച്ച് നോക്കൂ, ഒരു പരാതി കിട്ടുന്നു, വീഡിയോ കോൺഫറൻസ് വഴി മൊഴിയെടുക്കുന്നു, അതിനുശേഷം അതീവ രഹസ്യമായി പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ നിരീക്ഷിക്കുന്നു. രാഹുലിന് PAയും ഡ്രൈവറും പോലും പോകുന്നതുവരെ കാത്തിരിക്കുന്നു. ഹോട്ടലിൽ ചെന്ന ഉടനെ ഹോട്ടൽ ജീവനക്കാരുടെ ഫോൺ പിടിച്ചെടുക്കുന്നു. ഇയാളിൻ്റെ ഭീകരനാണോ? ലോകത്താദ്യത്തെ ബലാത്സംഗ കേസാണോ? എത്രയോ ആളുകൾ, നടൻ വിജയബാബുവും നടൻ സിദ്ദിഖും ബലാത്സംഗ കേസിലെ പ്രതിയായിട്ട് സുപ്രീം കോടതി വരെ പോയി മുൻകൂർ ജാമ്യം എടുക്കാൻ അനുവദിച്ചു കൊടുത്തു. ഇത് വളരെ സംഘടിതമായി ഒരു ഭീകരനെ, അതായത് ബോംബ് സ്ഫോടനം നടത്താൻ എത്തിയിരിക്കുന്ന ഒരു ഭീകരനെ പിടികൂടാൻ എന്ന തരത്തിൽ അവരെ കൊണ്ട് കാരണം അവരുടെ മുമ്പിൽ ഒരു വാശിയുണ്ടായിരുന്നു, രാഹുലിനെ ജയിലിലടയ്ക്കണം. ജയിലിലടച്ചാൽ മതി, രാഹുൽ രക്ഷപ്പെട്ടു പോരട്ടെ, രാഹുലിനെ ജയിലിലടയ്ക്കണം. നാണക്കേട് തോന്നി പോലീസിനും സർക്കാരിനും. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ നാടകം അവർ ഒരുക്കിയത്. അതിലവർ വിജയിച്ചു. കാരണം രാഹുലിനെ ഇന്ന് ജാമ്യം കിട്ടില്ല. പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയാൽ കോടതി റിമാൻഡ് ചെയ്യുമെന്ന് സംശയവും വേണ്ട. രാഹുലിന് ജാമ്യാപേക്ഷ കൊടുത്ത് സമയമെടുത്ത് 1-2 ആഴ്ച രാഹുലിന് ജയിലിൽ കിടക്കേണ്ടി വരും. എന്തായാലും രാഹുലിനെ ജയിലിലടച്ചുവെന്ന തൃപ്തി പോലീസിനും സർക്കാരിനും ഉണ്ടാവും. പക്ഷേ ഈ കേസ് ഒരു തരത്തിലും നിലനിൽക്കില്ല. ഈ കേസിലെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചെല്ലുമ്പോൾ കോടതി കൃത്യമായി ഇതിലെ പിഴവുകൾ കണ്ടെത്തും. ഇതിൽ ബലാത്സംഗമില്ല, ഇതിൽ ഗർഭചിത്രമില്ല,
സമ്മതപ്രകാരമുള്ള ബന്ധമുണ്ട്. ഈ സമ്മതപ്രകാരമുള്ള തുടർ ബന്ധങ്ങൾ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നല്ലതാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്ന ഒരു ലൈംഗിക പീഡനം ഈ കേസിലും തെളിയിക്കാൻ പോകുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ചർച്ചകളിലായി. അതുകൊണ്ട് ആദ്യത്തെ കേസിൽ അതിജീവിത പോസ്റ്റ് ഇട്ടല്ലോ, ലോകം കേൾക്കാത്ത നിലവിളി ദൈവം കേട്ടുവന്ന്. ഇത്തരത്തിൽ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങിയവർക്ക് ആശ്വസിക്കാം, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന് ആശ്വസിക്കാം. കാരണം റിപ്പോർട്ടർ ചാനലിന് ചാനൽ റേറ്റിംഗിൽ മുമ്പിലെത്തണമെങ്കിൽ ഇത്തരം ഇക്കിളി കഥകൾ ഉണ്ടാവണം. ഇക്കിളി കഥകളുടെ പുറത്താണ് അവർ പിടിച്ചു നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ചൂട് പിടിച്ചു നിന്ന സമയത്ത് റിപ്പോർട്ടർ ചാനൽ ഒന്നാമതെത്തിയിരുന്നു. നല്ല വാർത്തകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആരും അത് തിരിഞ്ഞു നോക്കുന്നില്ല. ഇന്നലെ റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റും തമ്മിലുള്ള വ്യത്യാസം 27 പോയിന്റാണ്. റിപ്പോർട്ടർ ചാനൽ ഏതാണ്ട് 70 സംതിങ് ഉള്ളപ്പോൾ 90 സംതിങ് ആണ് ഏഷ്യാനെറ്റിന്. അപ്പോൾ ഈ ആഴ്ച അവർക്ക് കോളാണ്. കാരണം ഈ ഞായറാഴ്ച തുടങ്ങി വെച്ചു. എനിക്കൊന്ന് ഒരാഴ്ച തുടങ്ങുന്ന ഞായറാഴ്ചയാണ്. ഈ ഒരാഴ്ച പരമാവധി മൂപ്പിക്കാം. കാരണം രാഹുൽ ജയിലിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന് സമയം നല്ലതാണ്. ഈ ആഴ്ച അവർക്ക് റേറ്റിംഗിൽ മുമ്പിലെത്താം. അതുപോലെ ഞരമ്പ് രോഗികൾക്ക് ഇത് കേൾക്കാൻ ഒരു സുഖമുണ്ട്. അതിനപ്പുറത്തേക്ക് നിയമപരമായി ഒരു വാലിഡിറ്റിയും ഇതിലില്ല. ആകപ്പാടെ അവശേഷിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ തുടർച്ചയായി ഇങ്ങനെ ലൈംഗിക അപവാദ കേസുകളിൽ വിവാദ നായകനാവുന്നത് ഉചിതമാണോ എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിയമപരമായ ഒരു നിലനിൽപ്പില്ലാത്ത കേസാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് മൈലേജ് രാഹുലിന് ഉണ്ടാവാൻ പോകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ടി വരും.